ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങാറുള്ള ചോക്കോ ചിപ്സ് ഇല്ലേ, അപ്പോൾ അത് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണതാണ് ഈ വീഡിയോയിലൂടെ കാണാൻ പോണത്. അപ്പോൾ ചോക്കോ ചിപ്സ് ഉണ്ടാക്കി നമുക്ക് കുറേ നാൾ സ്റ്റോർ ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് ആവശ്യമുള്ളപ്പൊക്കെ എടുക്കാം. കേക്ക്സ്, അതേപോലെ ഐസ്ക്രീം, ഡെസേർട്ട്സ്, പുഡിങ്, ബിസ്ക്കറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളിൽ നമുക്ക് ഈ ചോക്കോ ചിപ്സ് ഉപയോഗിക്കാൻ പറ്റും. കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചോക്കോ ചിപ്സിന് 100 ഗ്രാമിന് 90 to 100 രൂപ വരെ ഉണ്ട്, ഒരു നോർമലായിട്ടുള്ള ഒരു ബ്രാൻഡിന്. നമ്മൾ അത് വീട്ടിൽ തന്നെ ചെറിയൊരു കഷ്ണം ചോക്ലേറ്റ് കൊണ്ട് നമുക്ക് കുറേ അധികം ചോക്കോ ചിപ്സ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ കൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കണേ. ചോക്കോ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് ആണ്. നമുക്ക് സാധാരണ ചോക്ലേറ്റും ചെയ്യാം, അതിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭകരമായിരിക്കില്ല. അപ്പോൾ ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത് 400 ഗ്രാമിൻ്റെ 4 ബ്ലോക്സ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ടാണ്. ഇത് ഡാർക്ക് കോമ്പൗണ്ടാണ്. നമുക്ക് ചോക്കോ ചിപ്സ് ചെയ്യാനായിട്ട് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റാണ് സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ 400 ഗ്രാമിൻ്റെ ഈ പാക്കിന് വന്നിട്ട് 90 to 100 രൂപയാണ് വില. ഓരോ ബ്രാൻഡ് ഓരോ പോലെയാണ്, എന്നാലും വലിയ വില വ്യത്യാസങ്ങളില്ല. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവൂല്ലേ, 100 ഗ്രാം ചോക്കോ ചിപ്സിന് 100 രൂപയാണ് ഏകദേശം. അതേ സ്ഥാനത്ത് 400 ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റിന് 100 രൂപയുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ ക്ലിയർ ആണ് എല്ലാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ 1.5 കോമ്പൗണ്ട് ചോക്ലേറ്റേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് ഉപയോഗിക്കാൻ പോണത് ഈ പകുതിയായിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് കൊണ്ടുള്ള ചോക്കോ ചിപ്സാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കണ്ടു നോക്കാൻ പറ്റും എത്ര നമുക്ക് കിട്ടുന്ന. ഏകദേശം 100 ഗ്രാം തന്നെ കിട്ടും ഈ പകുതി ബ്ലോക്കായിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് കൊണ്ട് തന്നെ. അപ്പോൾ അതേപോലെ തന്നെയാണ് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റും. ഇതേപോലെ 400 ഗ്രാം 4 ബ്ലോക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിന്ന് വൈറ്റ് ചോക്കോ ചിപ്സും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഡാർക്ക് കോമ്പൗണ്ടിനെക്കാട്ടിലും ഒരു 50 രൂപ കൂടുതലാണ് വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റിന്. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് എടുക്കുന്നുള്ളൂ ചോക്കോ ചിപ്സ് ഉണ്ടാക്കാനായിട്ട്. അത് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തു, വീണ്ടും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് വൈറ്റും അതേപോലെ തന്നെ ചെയ്യാം. അതും ചെറുതായിട്ട് മുറിച്ച് മാറ്റി വയ്ക്കാം. അപ്പം ഞാൻ 2 ചോക്ലേറ്റ്സും വൈറ്റും ഡാർക്കും തനിയെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ഞാൻ വന്നിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ സ്റ്റൗ ടോപ്പിലും കാണിക്കുന്നുണ്ട്, പിന്നെ ഓവനിലും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മൾ കോമ്പൗണ്ട് ചോക്ലേറ്റ് സാധാരണ ഫ്രിഡ്ജിലാണല്ലോ എല്ലാവരും വെക്കാറ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പുറത്ത് വെക്കണം. റൂം ടെമ്പറേച്ചറിലായ ശേഷം നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് ഞാൻ സ്റ്റൗവിൻ്റെ പുറത്ത് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പോൾ അതാ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കണ കോമ്പൗണ്ട് ചോക്ലേറ്റ്സ് ഇടുക. അതിന് ശേഷം നമ്മൾ ഈ ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് വെക്കണം. ഒരു കാരണവശാലും അടിയിലുള്ള വെള്ളം ആ പാത്രത്തിൽ ടച്ച് ചെയ്യരുത്. വെള്ളം ഒരിക്കലും ചോക്ലേറ്റ്സിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതാ നമ്മൾ വെച്ച ഉടനെ അത് മെൽട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഫൈനായിട്ട് മെൽട്ടായി കിട്ടണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഓവനിൽ ചെയ്യണതാണ് കാണിക്കണത്. അതിനായിട്ട് ഞാൻ മൈക്രോവേവ് സേഫ് ബൗളിൽ നമ്മൾ മുറിച്ച് വെച്ച വൈറ്റ് ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 20 സെക്കൻഡിൽ ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കും. അതിനുശേഷം ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. വീണ്ടും 20 സെക്കൻഡ് കൂടെ വെക്കും. അപ്പോഴേക്കും ഓൾമോസ്റ്റ് മെൽട്ടായിട്ടുണ്ട്. ഇൻ കേസ് മെൽട്ടായില്ലെങ്കിൽ ഒരു 20 സെക്കൻഡ് കൂടെ വെക്കണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒറ്റയടിക്ക് 40-50 സെക്കൻഡിൽ വെക്കാമെന്ന്. അങ്ങനെ ഒരു കാരണവശാലും ചോക്ലേറ്റ്സ് അങ്ങനെ മെൽറ്റ് ചെയ്യരുത്. അങ്ങനെ മെൽറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചോക്ലേറ്റ്സ് ഉറപ്പായിട്ട് കരിഞ്ഞു പോവും. എപ്പോഴും 20 സെക്കൻഡ് വെക്കുക, എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക, വീണ്ടും 20 സെക്കൻഡ് വെക്കുക. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇരുപത് സെക്കൻഡിലേക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തുറന്ന് ബൗളെടുക്കാം.
കണ്ടില്ലേ, മെൽറ്റായി തുടങ്ങണേ ഉള്ളൂ. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം വീണ്ടും 20 സെക്കൻഡിന് വെക്കാൻ പോവുകയാണ്. രണ്ടാമത്തെ പ്രാവശ്യം വെച്ചപ്പോൾ ഇത് ഓൾമോസ്റ്റ് മെൽട്ടായിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടെ ഞാൻ 20 സെക്കൻഡിലേക്ക് വീണ്ടും വെച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യവും ഞാൻ 20 സെക്കൻഡിൽ വെച്ച് ഇതെടുത്തു. നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല ഫൈനായിട്ട് മെൽട്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കത് നന്നായിട്ട് റൂം ടെമ്പറേച്ചർ ആവണ വരെ വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ചോക്കോ ചിപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഡാർക്ക് കോമ്പൗണ്ട് കൊണ്ടുള്ള ചോക്കോ ചിപ്സ് ഉണ്ടാക്കാം. നന്നായിട്ട് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഒരു പൈപ്പിംഗ് ബാഗ് വെക്കുകയാണ്. അതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലെങ്കിലും ഒരു വിഷമവും വേണ്ട. സാധാരണ കവറുണ്ടല്ലോ, അതിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചോക്ലേറ്റ്സ് പൈപ്പിംഗ് ബാഗിലേക്ക് നിറച്ചിട്ടുണ്ട്. അതിന് ശേഷം റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അറ്റത്ത്. അങ്ങനെയാണെങ്കിൽ പുറത്തേക്കൊന്നും പോവില്ല. അതിന് ശേഷം നമ്മൾ ഈ കോണിൻ്റെ ടിപ്പ് ഉണ്ടല്ലോ, അത് നല്ലവണ്ണം സൂക്ഷിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ മെഹന്തിക്കൊക്കെ കട്ട് ചെയ്യില്ലേ, ആ ഒരു അത്ര കട്ടേ പാടുള്ളൂ. അതിന് ശേഷം നമ്മളൊരു ബട്ടർ പേപ്പർ വയ്ക്കുക. അല്ലെങ്കിൽ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ഒരു പ്ലേറ്റ് വെച്ചിട്ടും നമുക്കത് ചെയ്യാം. ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്സ് ഇട്ട് കൊടുത്തു, ചോക്ലേറ്റ്സ് മുഴുവൻ. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി ആദ്യം ഒരു ചെറിയൊരു കഷ്ണം ചോക്ലേറ്റിൽ നിന്ന്. പിന്നെ ഇത് ചെയ്യാനായിട്ട് കുറച്ച് നേരം ആവും. അതിനായിട്ട് നമ്മളെപ്പോഴും ഇരുന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നിന്ന് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇരുന്നാവുമ്പോൾ നമുക്ക് സൗകര്യത്തിൽ ചെയ്യാനും പറ്റും. അപ്പോൾ അതുപോലെ തന്നെയാണ് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ അതേപോലെ ഡ്രോപ്സ് അല്ലെങ്കിൽ ഡോട്ട്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ തന്നെ ഉണങ്ങിക്കോളും. അല്ലെങ്കിൽ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചോക്കോ ചിപ്സ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ 3-4 മിനിറ്റ് വെച്ചേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ചോക്കോ ചിപ്സൊക്കെ നന്നായിട്ടൊന്ന് സ്റ്റിഫായി കിട്ടി. ഇനി നമുക്കത് പതുക്കെ ഒന്ന് അടർത്തിയെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചോക്കോ ചിപ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് ചോക്കോ ചിപ്സും അതേപോലെ അടർത്തി മാറ്റിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്താൽ വളരെ ഹാപ്പി ആയിരിക്കും. പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.